ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ ഒന്ന് നോക്കാവേ. ഇത് ഞാൻ ശങ്കറിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ്. നല്ല സൂപ്പർ ആയിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ്. നമുക്ക് ചോറിനെല്ലാം നല്ല സൂപ്പർ ആയിട്ട് പോകും. കേടാവാതെ ഒരുപാട് കാലം ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ പോയി നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് ചെറിയുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നിറയെ കറിവേപ്പില ഉപയോഗിക്കുന്നുണ്ട്. അത് കുറച്ചൊരു വെള്ളത്തിലായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ പാന് ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഓയിലൊന്ന് ചൂടായി വന്ന ഉടനെ ഇഞ്ചിയും ചെറിയുള്ളിയും അരിഞ്ഞത് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നു. അതിലേക്ക് തന്നെ നമ്മൾ തേങ്ങ ഞാൻ ഏകദേശം 1.5 തേങ്ങയോളം ഉപയോഗിക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കറിവേപ്പില നിറയെ ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഉണക്കമുളക് ഏകദേശം ഒരു 10 മുളകോളം ഇടുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ പുളി വന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട്, വാളംപുളിയാണ്, അതൊന്ന് കഴുകിയിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കീറി അതിലിട്ട് വഴറ്റുകയാണ്. ഇതേ തേങ്ങയിൽ തന്നെ ചെറുതായിട്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതോട് ചേർന്ന് അങ്ങനെ വഴറ്റിയെടുക്കണം. തേങ്ങ എറൗണ്ട് ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിന് എത്ര ആവശ്യമാണ് അത്രയും മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. എരിവ് കുറവ് മതിയെങ്കിൽ 2 ടീസ്പൂൺ ഉപയോഗിക്കുക. ഞാനിപ്പോൾ എരിവ് അധികം വേണം എന്ന് വിചാരിച്ചിട്ട് 4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. ഈ സമയത്ത് മുളക് കരിഞ്ഞു പോകാതെ നോക്കണം. അതുകൊണ്ട് മുളക് പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഓഫ് ചെയ്തതിന് ശേഷവും നമ്മൾ വീണ്ടും ഒരു 3 മിനിറ്റോളം ഇങ്ങനെ വഴറ്റിയിട്ടിരിക്കണം. അല്ലെങ്കിൽ ആ ചൂടിൽ മുളകെല്ലാം വന്ന് കരിഞ്ഞു പോകാൻ തുടങ്ങും. അതുകൊണ്ട് ഓഫാക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇത് ഒന്ന് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊട്ടുപരിപ്പ് ആവശ്യത്തിനുള്ളത് കൂടെ ഇട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിലെടുത്ത് പൊടിച്ച് വെക്കാവുന്നതാണ്. ഈ ചമ്മന്തിപ്പൊടിയിൽ ഞാൻ നിറയെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കണ്ണിനും മുടിക്കും എല്ലാം വളരെ നല്ലതാണ്. ഹൈലി പ്രോട്ടീൻ റിച്ചാണ്. കാൽഷ്യം, മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഹോസ്റ്റലിലും അല്ലെങ്കിൽ ദൂരെല്ലാം ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കഴിച്ചാൽ അത് വളരെ ന്യൂട്രീഷണൽ വാല്യൂസ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തേങ്ങ വറുത്ത് ഒന്ന് തണുത്തതിന് ശേഷം ഞാനതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റുന്നുണ്ട്. 4 ട്രിപ്പായിട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പൊട്ടുപരിപ്പ് ഒരു 3-4 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സൂപ്പറായിട്ടുള്ള ചമ്മന്തിപ്പൊടി റെഡിയാക്കി. ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ 1 ടീസ്പൂൺ കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുവിധം എല്ലാ വൈറ്റമിൻസും മാഗ്നീഷ്യം, കാൽഷ്യം എല്ലാം റിച്ചാണ്. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സൂപ്പറായിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുപാട് കാലം കേടാവാതിരിക്കുന്ന ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവേ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.